Good morning, sir. Yes, good morning, Hira. Nestle, good morning. Sir, in Sunday routine, help Go. Sunday day routine, help Yes, okay. Yes. How to spend your Sundays. Now, go to Okay, sir. Okay, Afla. How do you spend your Sundays? How do you spend your Sundays? ഞായറാഴ്ചകൾ എങ്ങനെയാണ് സൺഡേ ഞായറാഴ്ചകൾ എങ്ങനെയാണ് അവിടെ ചെലവഴിക്കുന്നത്? ഞായറാഴ്ചയുടെ റൊട്ടീൻ. ഞാൻ രാവിലെ സമയം എഴുന്നേക്കും, ഞായറാഴ്ച ലൈറ്റ് എഴുന്നേക്കുള്ളൂ, എന്ത് ചെയ്യും, അത് ചെയ്യും. അങ്ങനെ ഞായറാഴ്ചത്തെ പ്രത്യേകത ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഞായറാഴ്ച അതിനകത്ത് സന്ദർഭോചിതമായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുട്ടിന് പീരീഡ് എടുക്കുന്ന പോലെ അത് ആഡ് ചെയ്തു. ഒരു സൺഡേ, എല്ലാ സൺഡേയും അതുപോലെ തന്നെ ആവണമെന്നില്ല, എന്നാലും ഒരു സൺഡേ. യെസ്, അപ്പൊ നമുക്ക് അതിനകത്തേക്ക് വരാം. ഒരു അല്പസമയം കഴിയും, അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹീര, നമുക്ക് ടെസ്റ്റിനെ കുറിച്ച് ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലോട്ട് പറയാം. യെസ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് അവശേഷിക്കുന്ന ഒരു ടെൻസ് കൂടി ഉണ്ട്, അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതാണ് ഇനി അതിൻ്റെ അകത്ത് അവശേഷിക്കുന്ന അടുത്ത ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്, അപ്പൊ അതോടുകൂടി നമ്മുടെ ടെൻസ് എന്ന് പറയുന്ന സംഗതി അവസാനിക്കുക. 12 ടെൻസ്. ഞാൻ പറയാം. സബ്ജക്റ്റ് എഴുതുന്നു ആദ്യം, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, പിന്നെ ഹാവ് എഴുതുന്നു, പിന്നെ ബീൻ ചേർക്കുന്നു, പിന്നെ വെർബ്, പിന്നെ ഐഎൻജി. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐഎൻജി. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബീൻ, വെർബ് പ്ലസ് ഐഎൻജി. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് ഞാൻ പറയാണ് ഐ, വിൽ അല്ലെങ്കിൽ ഷാല് ഐ ഷാൽ. സുധി ഗുഡ് മോർണിംഗ്, സാനു ഗുഡ് മോർണിംഗ്, ഐ ഷാൽ. പിന്നെ ഹാവ്, ഐ ഷാൽ ഹാവ്. പിന്നെ ബീൻ, ഐ ഷാൽ ഹാവ് ബീൻ. ടീച്ചിങ് ഇംഗ്ലീഷ്, ഐ ഷാൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും.
വാട്ട് ഈസ് മീൻ ബൈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ ബി, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing. അതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അഞ്ജന ഗുഡ് മോർണിംഗ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അപ്പൊ ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാകും എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാചകങ്ങൾ വെറുതെ പറഞ്ഞു നോക്കി. സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാല് വേണം, പിന്നെ ഹാവ് ബീൻ. ഹാവ് പ്ലസ് ബീൻ വേണ്ട, എല്ലാത്തിനും ഹാവ് ബീൻ ആണ്. അപ്പൊ ഹാവ് ബീൻ പിന്നെ വെർബ് കൂടെ ing. സബ്ജക്റ്റ് വില്ല് ഷാല് ഹാവ് ബീൻ വെർബ് ing. ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഷാൽ ഹാവ് ബീൻ ടീച്ചിങ് യു ഇംഗ്ലീഷ് ഗ്രാമർ. യെസ്, വില്ല് അല്ലെങ്കിൽ ഷാല് ഹാവ് ബീന് വെർബ് ing. പ്രിപ്പറേഷനിലായിരിക്കും, ആരുടെ ഉത്തരവോട് വന്നില്ല. കുഞ്ഞു പറയുന്നു വി ഷാൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ 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 ഓക്കെ. ഐ ഷാൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ശ്രുതി SMS. കറക്റ്റ് ആൻസർ. താൻസി പറയുന്നു ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് വെജിറ്റബിൾസ് ഫോർ 3 months. യെസ്. യെസ്, ഓക്കെ ഓക്കെ. പറഞ്ഞ വാചകങ്ങളൊക്കെ ശരിയാണ്. ആർക്കെങ്കിലും ഇല്ല? യെസ്, അഫ്ല പറയുന്നു ഇറ്റ് വിൽ ഹാവ് ബീൻ റെയിനിങ് ഫോർ മെനി ഡേയ്സ്. സാനു ഷീ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. അപ്പോൾ ശ്രുതി പറയുന്നത് ഐ വിൽ ഹാവ് ബീൻ ട്രാവലിംഗ്. യെസ്. and യെസ്റ്റർഡേ എന്നൊന്നും പറയരുത്, ഫ്യൂച്ചറിൽ ഒരു വാക്ക് പറയണമെന്ന് മാത്രം. കാരണം ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. നാളെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാകും, അതാണ് ഇതിന്റെ അർത്ഥം. യെസ്. ഇനി നമുക്ക് അടുത്ത് പറയാം. ഇതിന്റെ തന്നെ നെഗറ്റീവ് വാചകം നമ്മൾ പറയുമ്പോൾ ഓക്കെ അഞ്ജലി, വാചകം നമ്മൾ പറയുമ്പോൾ ഒരു നോട്ട് ചേർക്കാം. ആ നോട്ട് ചേർക്കുമ്പോൾ ഓക്കെ അഞ്ജലി, ആ നോട്ട് ചേർക്കുമ്പോൾ ആ നോട്ട് എവിടെ ചേർക്കണം എന്നുള്ളതാണ്. വില്ല് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? നോട്ട് ചേർക്കുക. വിൽ നോട്ട് ഹാവ് ബീൻ. ഓക്കെ ഹീര, കറക്റ്റ്. വിൽ നോട്ട് ഹാവ് ബീൻ നെഗറ്റീവ് പറയുമ്പോൾ വിൽ നോട്ട് ഹാവ് ബീൻ. I will not have been completed. Will not have been completing the work. I will not have been. I won't have been eating vegetables for 3 months. Oh, that is not here. That's here. I will not have been shopping in Sunday. Yes. Okay, 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 okay. I will not have been coming. Okay, Sanu, correct. I will not have been. Yes. In I will not have been working. Okay, Gunju. I will not have been working. Yes. I will not have been attending the meeting. Okay, Hira. I will not have been going outside. Anjali. Yes. അപ്പോ അതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ വാചകങ്ങളിലേക്ക് വരികയാണ്. ഹി വിൽ നോട്ട് ഹാവ് ബീൻ റീഡിംഗ് ന്യൂസ് പേപ്പർ. ഐ വിൽ നോട്ട് ഹാവ്. ഓക്കെ ശ്രുതി, ഐ വിൽ നോട്ട് ഹാവ് ബീൻ റീഡിംഗ്. ഓക്കെ അഫ്ല. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ വാചകങ്ങളെ കുറിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ വില്ല് എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമായിട്ട് പറയും. വിൽ യു ഹാവ് ബീൻ ഈറ്റിംഗ് വെജിറ്റബിൾസ്? ഫാൻസി ആ സംഗതി മാത്രം പിടിച്ചേക്കാണ് അല്ലേ? യെസ്. വിൽ യു ഹാവ് ബീൻ ഈറ്റിംഗ് വെജിറ്റബിൾസ്? വില്ല് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ആ ചോദ്യമാണ്. വില്ല് മാത്രം ആദ്യം വെക്കാവൂ,
will have എടുക്കരുത്. Will have, will you have been, will you have been, will you have been making a cake in the kitchen? Yes, will ആദ്യം പറയുക. Will you have been? Will you have been cooking? Okay, Afla. Yes. Will you have been reading the book? Will you have been coming tomorrow? Okay. Yes. Okay. Yes. Will you have been taking time to make it? Okay, Anjali. Will you have been doing the work? Correct? Yes. Okay. Appo ഞാൻ, will you have been cooking any special on Sunday? Yes. Okay. Will you have been finishing that? Okay, Afla. Yes, I am going to finish it. Yes. Okay. അപ്പൊ ഞാൻ ടെൻസ് എന്ന് പറയുന്ന സംഗതിക്ക് ഇവിടെ ഒരു പൂർണ്ണ വിരാമം ഇടുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് 12 ടെൻസുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് മുതൽ ഇപ്പൊ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ. ഞാനൊന്ന് ഓടിച്ചു പറയുന്ന പേര് മാത്രം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റില്ല. ആരെ എന്ത് വാചകം എഴുതി കഴിഞ്ഞാലും ഈ ടെൻസുകളിൽ ഏതെങ്കിലും ഒരു ടെൻസാണ് ഇതിന്റെ ബേസ്. ആ ടെൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വാചകങ്ങൾ എഴുതുന്നത്. ഈ 12 ടെൻസ് ഇംഗ്ലീഷിലുള്ളൂ. 12 ടെൻസ്. അപ്പൊ ആ 12 ടെൻസിന്റെയും മീനിങ് കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ സൗകര്യമാണ്. യെസ്. അപ്പൊ ഞാൻ എടുക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ച് പറയും. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് ആ 12 ടെൻസിന്റെയും അത്. അപ്പൊ എടുക്കുക എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വാക്കുകൾ ചേർത്തിട്ട് അവിടെ നമുക്ക് പൂരിപ്പിക്കാം. യെസ്. അപ്പൊ ടെൻസ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം എവിടെ നിങ്ങൾ പഠിക്കേണ്ടി വരുമ്പോഴും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്തിക്കൊള്ളും. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതിന്റെ കൂടെ വരുന്നത്, നമുക്ക് പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് be പ്ലസ് വെർബ് പ്ലസ് ing, പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് has or have വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, past perfect subject plus had plus verb in the past participle, future perfect subject plus will അല്ലെങ്കിൽ shall have പിന്നെ verb in the past participle, ഇനി present perfect continuous subject plus has or have plus been plus verb plus ing, past perfect continuous subject plus had plus been plus verb plus ing, future perfect continuous subject plus will or shall plus have plus been plus verb plus ing. നിർബന്ധിക്കുന്നില്ല, എന്നാലും ആർക്കെങ്കിലും ഈ 12 പറയാൻ പറ്റുമോ? ശ്രമിക്കാൻ പറ്റുമോ? യെസ്.
12 ടെൻസ് സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ 12 ടെൻസ്. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഓ, വെരി ഗുഡ് സുധീഷ്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യുവർ അറ്റംപ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V2 വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ഓർ ഷാൽ പ്ലസ് V1. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഓഫ് V1. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് വെർബ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. വെരി ഗുഡ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. വെരി ഗുഡ്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. വെരി ഗുഡ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. വെരി ഗുഡ്. ലാസ്റ്റ് വൺ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഏതായാലും ഇത് ചെയ്തു, നമുക്കൊരു അർത്ഥം എടുത്തിട്ട് ഈ 12 ടെൻസിലൂടെ ഇത് വരാൻ പറ്റും. ഒരു മീനിങ് വേർഡ് എടുത്തിട്ട് ഗോ എന്ന് പറഞ്ഞ വാക്ക്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അങ്ങനെ വരാൻ പറ്റും. ഗോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഈ 12 ടെൻസിലൂടെ കൂടി കയറി വരാൻ പറ്റും. ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ സപ്പോർട്ട് യു. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഐ ഗോ ടു സ്കൂൾ. ഞാൻ പോകാറുണ്ട്. ഓക്കെ, അടുത്തത് സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് ആണെങ്കിൽ ഐ വെന്റ് ടു. ഞാൻ പോയി. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഐ വിൽ ഹാവ്. ഐ വിൽ ബീൻ ഗോയിങ്. എവിടെ പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. ഐ വിൽ ബീൻ ഗോയിങ്. ഓ, അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഏകാഗ്രത ടെൻഷൻ അടിക്കും. ഐ വിൽ ഗോ ടു സ്കൂൾ. ഐ വിൽ ഗോ ടു സ്കൂൾ. ഞാൻ പോകും. ഓക്കെ സാനു, അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ പോവുകയാകുന്നു. ഫസ്റ്റ് കണ്ടിന്യൂസ് ഐ വാസ് ഗോയിങ് ടു സ്കൂൾ. വെരി ഗുഡ്, വെരി. അപ്പൊ ഞാൻ പോവുകയായിരുന്നു. ഫ്യൂച്ചർ ഐ കണ്ടിന്യൂസ്. വിൽ ബി ഗോയിങ് ടു സ്കൂൾ. ഇവിടെയാണ് വിൽ ബി. ഞാൻ പോവുകയായിരിക്കും. വെരി ഗുഡ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്. I have going to school. I have gone to school. I have gone to school. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. Yes. I had gone to school. പാസ്റ്റ് പെർഫെക്റ്റ്. പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. I will have gone to school. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. I will have been going to school. പോയി കഴിയുന്നു. പോയി ഒന്നുകൂടി ശ്രദ്ധിക്കും. I have been going to school. ശരി, അത് വില്ലിയായിരുന്നു. ഐ ഹാവ് ബീൻ ഗോയിങ് ടു സ്കൂൾ. ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. യെസ്. I had been going to school. ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. യെസ്. I will have been going to school. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ശ്രുതി, വെരി ഗുഡ്, Thank you, വെരി sir. ഗുഡ്. Sir, ഇന്ന് സൺഡേന്റെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓക്കെ. സൺഡേ നമുക്ക് ഞങ്ങളിവിടെ 10:31 ഒഴികെ ഹീര റെഡിയല്ലേ. സാറേ സൺഡേ അപ്പൊ ബാക്കിയുള്ളവർ കൂടി വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിൽക്കുകയായിരുന്നു. യെസ്. അപ്പോ ഒരു 10 പേരെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ അപ്പോഴേക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആലോചിക്കാനുള്ള സമയം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി നിരൂപിച്ചത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമുക്ക് വേറൊരു സംഗതി കൂടി നോക്കാം. അപ്പൊ ടെൻസ് നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോ ഈ 12 ടെൻസ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ വന്നത് എന്ന് ചോദിച്ചേക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ വീണ്ടും
സൺഡേയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് ഹൗ ടു സ്പെൻഡ് യുവർ സൺഡേസ്, എങ്ങനെയാണ് നിങ്ങൾ സൺഡേ ചെലവഴിക്കുന്നത്. ഓക്കെ, ഓരോരുത്തരുടെ ഞായറാഴ്ചകളെ കുറിച്ച് മറ്റുള്ളവരൊന്ന് കേൾക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയും ഞായറാഴ്ചകൾ ചെലവഴിക്കാം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിയുക. യെസ്, അപ്പൊ നമുക്ക് വീണ്ടും വരാം. അപ്പൊ ആരാണ് തുടങ്ങി വെക്കാൻ തരുന്നത്? ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ. ആദ്യം വന്നാണ് ഹീരയില്. ഹീരയിൽ നിന്ന് ആരംഭിക്കാം അല്ലെ ഹീര? സാറ് ഓക്കെ, കുഴപ്പമില്ല, ഉള്ളതുപോലെ പറയാം അല്ലേ? ഇത് നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ലില്ലേ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നന്നായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പകുതി പണി അവിടെ വെച്ചിട്ട് തീർന്നുള്ളത്. അപ്പൊ ഇത് പറഞ്ഞ പോലെ വെൽ ബിഗൺ ആണ് നമ്മൾ ആരിലേക്ക് വന്ന് തന്നിരിക്കുന്നത്? ഹീരയിലേക്ക് തന്നിട്ടുള്ളത്. ഓക്കെ ഹീര, സ്റ്റാർട്ട്. Okay, sir. I wake up at 7 a.m. on Sunday and finish my morning routine. Yes. Then I will eat to the kitchen to make breakfast. Yes. After that, we will take our son to his Kalari program because he's studying Kalari. Kalari? Yeah. Martial arts. Oh, very good, very good, very good. Okay, I think he's almost 7 years, 5, 6, 7 years almost he's studying. It's a national level competitor. Yes, very good, very good, very good. Yes, very good. Yes, okay. Class on 3 days, sir. Friday, Saturday, and Sunday. Friday, Saturday is night class, and Sunday on morning class, 8 to 9. Oh, yes. Okay. Okay. Then after dropping him, we will go to the fish market. Yes. And we'll buy some fish. Yes. And we'll pick up son after his class, and that's it. Yes. 1 hour class. He has 1 hour class. Yes. About what? For Kalari, 1 hour class. Yes, 1 hour class. Okay. Is it Dubai class? Yeah, Dubai sir. Okay. അവിടെ അപ്പോ സാധാരണ അവധി വരുന്നത് ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ മീൻസ് നൈറ്റിലാണ് ഉണ്ടാവുക ക്ലാസ്. അതായത് ഇവിടെ ഇപ്പൊ സാറ്റർഡേ സൺഡേ ആണ് അവധി. സ്കൂളൊക്കെ സാറ്റർഡേ സൺഡേ ആണ് ലീവ്. ഫസ്റ്റ് ടൈം ഫ്രൈഡേ സാറ്റർഡേ ആയിരുന്നു, ഇപ്പൊ സാറ്റർഡേ സൺഡേ ആണ്. Okay. Continue. Okay, sir. Then then we will spend some time watching TV. Yes. And then back to kitchen, prepare lunch. Yes, okay. We'll eat around 2 o'clock at lunch. Around 4 o'clock? 2 o'clock. 2 o'clock. Around 2 o'clock, lunch will be provided. Okay. After lunch, take some rest. Yes. And then we will end around 5 o'clock, like that we will be outside. Yes. Like go to mall, like that place. Yes. And have dinner also there. Yes. Also from outside. Okay. Yeah. Yes. Almost 10:30 and 11 o'clock we will sleep. We will be back. Okay. But some Sunday we will go early morning, then return night only. Because when friends and joined us, like that we were going. Yes. Some Sunday we were going only. Yes. That's enough, sir. That's enough. Okay. Yes. അല്ലേ? 7ാമത്തെ ദിവസം വിശ്രമ ദിവസമാണെന്നാണ് പറയുന്നത്. Yes, എന്ന് പറഞ്ഞ പോലെ. Yes. അപ്പൊ Hira told about how does she spend her Sundays. Yes. അടുത്ത ആരാണ് പറയുന്നത്? Sudhi SMS, are you ready? Yes, sir. Okay. He is smiling. Okay. പറഞ്ഞോളൂ Sudhi. On Sunday, I do many things that make me happy. Yes. I wake up late and feel relaxed. Yes. I eat a good breakfast and then cook something tasty food for lunch. Yes. Lakshmi, good morning.
Sometimes I try new food and sometimes I make my favorite dishes. Yes. I like cooking because it is a fun. Yes. After lunch, I go out with my family. We go to the park or the mall or just walk around. Okay, Srilakshmi, continue. We talk, laugh, and enjoy our time. Yes. In the evening, I rest and I watch a movie on Netflix or Yes. listen to music. Yes. Sunday is a peaceful and happy day for me. Yes. Sunday is peaceful and a happy day for me. And I will prepare my favorite dishes to മറ്റൊരു വേട് ഇതിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഏതൊക്കെയാണ് ഫേവറേറ്റ് ഡിഷസ്? ബിരിയാണി ആണ് സർ ഇഷ്ടം. ബിരിയാണി. Which type of biryani? ചിക്കൻ ബിരിയാണി. Chicken biryani is your favorite. Okay, Sudhi, very good, very good, very good. Okay, thank you, sir. Very good. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. Yes. ഇനി അടുത്തത് ആരാണ്? സാനു കുര്യാക്കോസ്. അത് കഴിഞ്ഞിട്ട് താൻസിയിലോട്ട് വരട്ടെ. Then അഫ്ലയിലോട്ട് വരാം. സാനു. Yes, sir. പറഞ്ഞോളൂ സാനു. വാട്ട് ഇസ് ഇപ്പൊ സാനു വിചാരിക്കണ്ട, പോരാ ഞാൻ ഇല്ലാത്ത രണ്ടു കൊണ്ടൊക്കെ ആഡ് ചെയ്യണം. യെസ്, ഓക്കെ ഓക്കെ. ഡെസേർട്ട് ഉണ്ട്, ഹീര പറഞ്ഞ ഡെസേർട്ട് ഉണ്ട്, സുധി പറഞ്ഞ ഡെസേർട്ട് ഉണ്ട്. യെസ്, സാനു പറഞ്ഞു. I wake up at 6 a.m. യെസ്, സാധാരണ എത്രണ്ടെങ്കിൽ എഴുതിയിരുന്നു? 5 o'clock. ഓക്കെ, ഒരു മണിക്കൂർ ലേറ്റ് ആണെന്ന് വണ്ടി ഓടണം അല്ലേ? ഓക്കെ, യെസ്. After doing my routine work. routine work, I take my elder son to church. Yes. Later we get ready and go to church. Yes. We come back church and prepare food for lunch. Yes. When you will be back from church? 10 o'clock. 10 o'clock you will be back from church. Okay. Some Sundays we go to my aunt's house or my brother's house. Oh, yes. Then we come back in the evening. Yes. Then we prepare food for and Sunday special ഒന്നും ഉണ്ടാവില്ലേ സാനു? Sunday special അങ്ങനെ ഉണ്ടാവാറില്ല സർ. Yes. Okay. Yes. Okay, nice. Okay, no problem. Yes. കഴിഞ്ഞോ സാനു? കഴിഞ്ഞു സർ. Okay, that is all about my Sunday. Okay, സാനു, കുഴപ്പമില്ല. ഞങ്ങളെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴും നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ മനസ്സ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? ഓരോരുത്തർ പറയുമ്പോൾ നമ്മുടെ മനസ്സ് അവരുടെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഇന്ന ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായി എഴുന്നേൽക്കുന്നതും പിന്നോട്ടൊരു ബഹളവും അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ചെയ്യാം. യെസ്, വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ യു. യെസ്. Okay, sir. Okay, continue. First, let me say that Sunday is a fun day. Sunday is a Fun day yes. Okay. because I usually wake up very late on Sundays. Yes, very good. On Sunday morning, I wake up at 4 o'clock to pray. Then, when I go to bed, and when I wake up, it will be 8 o'clock. Yes. 4 o'clock എഴുന്നേറ്റ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് താങ്ക്സ് ചെയ്യാൻ? Yes, sir. എല്ലാ ദിവസവും? Yes. Yes. അപ്പൊ 5 നേരം നിസ്കരിക്കുന്ന നല്ലൊരാളായിരിക്കും അല്ലേ? Yes, sir. Very good. Keep it up. Very good. Yes, continue. Then I will brush my teeth, Yes. make a tea, and then serve tea to everyone. Yes. Then How many members are there in your family? Ketila, sir. How many members are there in your family? 5 members. 5 members. Okay, continue. I watch some programs on most Sundays, and if there is nothing else, I just go for a walk. Oh, yes. After the tea program,
ഈ we പ്രോഗ്രാം move on. we we move on to the lunch programs. Sometimes we make a biryani Yes. or tenga chor. യെസ് ഓർ തേങ്ങാച്ചോ Tenga chor. Eh? Coconut rice. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഫാൻസി അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഓക്കെ 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 യെസ് കേട്ടിട്ടുണ്ട്. Beef is a must every Sunday. ബീഫ് ഇസ് മസ്റ്റ് ചിക്കൻ ഓർ നോൺ വെജ് ഇസ് മസ്റ്റ് എവരി സൺഡേ. ഓക്കെ Sunday. Then after that I will go to wash clothes. Yes. Another clothes. യെസ് Then I will sweep the room and start cleaning. Yes. When I go to a bath. When I Yes. go to bath. Then 1 o'clock we are eating lunch. യെസ് After that my husband and my daughter will go to Todupuzha Crystal Hypermarket to buy some items. For example, vegetables, especially chocolates. And let me ask you one question in this point. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട, നിങ്ങൾ അങ്ങനെ കേട്ടോണ്ടിരിക്കണ്ട, എന്നെ ഇടയ്ക്ക് ഡൗട്ടൊക്കെ ചോദിച്ചോളൂ. യെസ് അപ്പൊ ഈ യു ആർ ഗോയിങ് ഓൺ തൊടുപുഴ ടു സൂപ്പർ മാർക്കറ്റ്. യു ആർ ബൈയിങ് ഓൾ ദീസ് ഐറ്റംസ് ഫോർ 1 week. Yes. യെസ് ഓക്കെ ഓക്കെ. Once in a week you are going to supermarket. Okay, continue. Then we will then we will go to a tea shop and have a tea. Yes. And eat veggie. Yes. Okay. Then we will go to home. Sometimes we go to my house too. Yes. At night we all eat chapati. Yes. We buy chapati and bake them, and we have chicken curry for fish or fish curry with it. Yes. After that, if my daughter has homework and studies to do, we will help her. Okay. With it, pray and then go to bed. 11 o'clock we are go to sleep. Okay. Very good. താൻസിയ, ഞങ്ങള് താൻസിയ മനസ്സോട് ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞങ്ങൾ കയറി പോലെ തോന്നി. ബിരിയാണി ഉണ്ടാക്കണമെന്നൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടു. ഓക്കെ. അഫ്ല കേട്ടല്ലോ, ഇതേപോലെ സിമ്പിൾ അല്ലേ പറയാവുന്നത്. ഓക്കെ അഫ്ല പറഞ്ഞോളൂ. അഫ്ല കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുവിലേക്ക് വരാം. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാല് നിമിഷയിലോട്ട് വരാം. ഓക്കെ. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് കാര്യം വിട്ടുപോയി. സുധി SMS ആണ് ഓർമ്മിപ്പിച്ചത്. ആ കോക്കനട്ട് റൈസിന്റെ റെസിപ്പി പറഞ്ഞില്ല. സാർ, കോക്കനട്ട് റൈസ് ശരിക്കും എനിക്ക് വെക്കാൻ അറിയത്തില്ല. എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വൈഫാണ് വെക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടെങ്കിലും അത്ര പറയാൻ അറിഞ്ഞൂടാ. ഒരു പ്രാവശ്യമെങ്കിലും താൻസിയ കോക്കനട്ട് റൈസ് റെഡിയാക്കിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ കൂടുതലും ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒഴിഞ്ഞു മാറില്ലേ, ഇവർക്കും അറിയാൻ വേണ്ടിട്ടല്ലേ. ശ്രീലക്ഷ്മിക്ക് ചിലപ്പോ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നേക്ക് ഞായറാഴ്ച. ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇപ്പോൾ കോക്കനട്ട്സ് എന്താ പറയാ, എനിക്ക് അറിയില്ല. ഓക്കെ. ഒന്ന് മലയാളത്തിൽ പറഞ്ഞു. ഇനിയിപ്പോ ശ്രീലക്ഷ്മി കേട്ടിട്ട് വേറെ വല്ല തെറ്റിദ്ധരിക്കണ്ട. ആദ്യം എന്താ നമ്മള് കോക്കനട്ട് തേങ്ങ ചേർത്ത്. എനിക്ക് തോന്നുന്നു നമ്മള് ബീഫും റൈസും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് ഹാഫ് വാട്ടറും ഹാഫ് തേങ്ങാപ്പാലാ തോന്നുന്നു അതിൽ ഒഴിക്കുക. അതാണ് എന്റെ ഒരു കഷ്ടത്തില് തേങ്ങാച്ചോറ്. അത് തന്നെയാണ് താൻസി ഉദ്ദേശിച്ചത്. ഇവിടെ എന്താ വെച്ചാൽ ബീഫ് സെപ്പറേറ്റ് നമ്മൾ വെച്ചിട്ട് ഈ തേങ്ങയും ജീരകവും അതിനകത്ത് ആഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അരച്ചിട്ട് ചോറിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുവാണ്. അതിന്റെ കൂടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കും. അപ്പൊ അരി ഇടുന്നതിന്റെ കുറച്ച് മുന്നോട്ട് വെള്ളം വേണം. എന്നിട്ട് അത് അടുപ്പത്ത് കിടന്ന് തന്നെ സെറ്റ് ആവുക. ഒരുമിച്ച് അങ്ങ് വെന്ത് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ വറ്റിയിട്ട്
ഏകദേശം തേങ്ങാച്ചോറും അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ തേങ്ങാച്ചോറ് എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. യെസ്. ആ ഓക്കെ യെസ്. ഓക്കെ. കുക്കറിൽ വെക്കുമ്പോ ഈസിയാണ്. കുക്കറിൽ വെക്കുമ്പോ ഓക്കെയാണ്, പെട്ടെന്നാകും. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ യെസ്. അപ്പോ അഫ്ല വരൂ. സാറേ ഒരു മിനിറ്റ് ഇട്ടോ സാറേ, ഒരു കോള് വന്നിട്ടുണ്ട് അതുകൊണ്ടാ. എടുത്തോളൂ. യെസ്. അപ്പോ ഇനി ആരാണ്? ശ്രീലക്ഷ്മി, അറിയൂ റെഡി? Sir, I will continue. ആ ഓക്കെ ഓക്കെ ഓക്കെ. കുഞ്ഞു പറഞ്ഞോളൂ. My Sunday is rest and relaxation day for me. ഓ വെരി ഗുഡ്. യെസ് I wake up at 6:30. After that, I prepare breakfast. യെസ് For lunch, every Sunday, there will be some special like non-veg. യെസ് In the evening, by 6 o'clock, we go for a walk. Sometimes Yes. movie too. യെസ് After that, we have dinner by 9:30 യെസ് and go to bed by 10 o'clock. യെസ്. This is my Sunday, sir. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. എന്താ പറയാ, രാവിലെ എഴുന്നേറ്റതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് വൈകുന്നേരത്തേക്ക് പോയി കേട്ടാ. ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ. I thought to just make my day busy. ഫാൻസി ആഫ്റ്റർ ദ ടീ പ്രോഗ്രാം വി ഗോ ടു ലഞ്ച് പ്രോഗ്രാം. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ ഇനി ആരാണ്? നിമിഷ. അഫ്ല ആഫ്റ്റർ ദാറ്റ് സംഡേ ഷീ വിൽ കം. നിമിഷ. യെസ്. സാനും പറഞ്ഞതല്ലേ? സാനും. യെസ്. ഇനി അടുത്തത് അഞ്ജന. നിമിഷയിലോട്ട് അല്പസമയത്തിന് ശേഷം വരാം. നിമിഷ കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിയോട് വരാം. അല്ല, അഞ്ജന കഴിഞ്ഞാല് ശ്രീലക്ഷ്മിയോട് വരാം. അഞ്ജന ശങ്കർ. യെസ്. ഞാൻ എന്ത് പറയുമെന്ന് ചോദിച്ചിരിക്കും അഞ്ജന അല്ലേ? ഉള്ളത് കൊണ്ട് നമുക്ക് പറയാതെ. ശ്രീലക്ഷ്മി, അഞ്ജനക്ക് നമുക്കൊരു സമയം കൊടുക്കാം. ശ്രീലക്ഷ്മി കൊടുക്കട്ടെ. ശ്രീലക്ഷ്മി. സാർ ഞാൻ നെക്സ്റ്റ് പറയാം. യെസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ്? ഫവാസ്, ഫസിയ. ശ്രുതി പറഞ്ഞ ശ്രുതി പറഞ്ഞു. ഫസിയ, ഫൈസ. അഫ്ല പറഞ്ഞ. അഫ്ല ഒരു ഫോൺ കോൾ വന്നിരിക്കുകയാണ്, തിരിച്ചു വരും. സാറേ ആരുമില്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ വന്നു. ആ ഓക്കെ. അപ്പൊ പറഞ്ഞു. അഫ്ല പറഞ്ഞു. യെസ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ അഫ്ല. One of my favorite day is Sunday. I wish every day was a Sunday. This comes after a long wait of 6 days. Everyone likes Sunday. Sunday is a holiday for all schools, colleges, and offices. Sunday is a blessing for all. There are many things that I like to do on a Sunday. I like to lazy in bed and get up a little late. I cannot do that on a school day. After that, go to kitchen and make bed coffee യെസ് and drink it. Phone is my hand while I drink coffee and watch reels, videos, etc. യെസ് for a long time. യെസ് Then after that I make breakfast and we all are eat together. യെസ് Then children want to go mosque for study യെസ് our subjects. യെസ്. ഓ സൺഡേ. And they were, yes, Sunday also. യെസ്, വെരി ഗുഡ്. Only Friday was leave. യെസ്. Only Friday is leave. ഓക്കെ 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 ഓക്കെ. Then as usual too. എന്താ സാർ? ഉച്ചവരെ എത്തിയിട്ടുള്ളൂ. അതുപോലെ ലഞ്ച് പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ളൂ. യെസ്. ഓക്കെ. As usual, do the household chores and after all take a bath after at around 12 o'clock. Then every Sunday we make any special like biryani, fried rice, tengachor, etc. We also claim special. Masterpiece of HF50 ഇല്ലേ? Yes, All very good. Muslims special food. Yes, okay. We also like to go on an outing with the children.
Yes. Sometimes we go to my house, Yes. Kodamangalam. Yes. Then go to Perumbavoor for shopping, Yes. household things, Yes. vegetables, etc. Then we return back at around 7 o'clock. Then children want to study Yes. and had dinner. Yes. Mm. That's all, sir. Very Then good. again, Very good. then again Monday, sir. Again Monday. Yes. But today, Sunday is the happiest day എന്ന് പറഞ്ഞു. Monday എന്ന് പറയുമ്പോൾ the saddest day എന്ന് പറയും അല്ലേ? Yes. വീണ്ടും Sir. ഈ 6 ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം. Okay. ശ്രീലക്ഷ്മി. Okay, continue. Okay, sir. Yes. My Sundays are almost like normal weekdays. Yes. After wake up, done all my morning routine, then take Yes. my medicine for thyroid. Yes. After Okay. that, Okay. and enter into kitchen Yes. reality. Okay. Then Okay. complete Okay. the breakfast making that stopped by my mother-in-law. Yes. Then I am ate my breakfast before 9:30. Yes. After that, I am entered into my other duties in kitchen for lunch preparation. Yes. In between that, take care of my son and feed him. Yes. Then return to my work. After Yes. completing it, take my lunch and take a long nap. Then evening preparing for prayers, and then take Yes. a cup of tea after that. Then watch TV around 1 hour. At last, take dinner and then my kitchen clean and go to Yes. sleep at 10 a.m. Sometimes I think it is Sunday. That's all. Yes. Okay. Suji, yes, Rishmi, very good. ഇനി ആർക്കെങ്കിലും പറയാനായിട്ട് സൺഡേയെ കുറിച്ച്? How do you celebrate your Sundays? Yes. Anybody? ആരുമില്ല. How do your Sundays? Yes. Okay. അപ്പോൾ എല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ രസകരമായിട്ട് പറഞ്ഞു. ഹീരയും ശ്രീലക്ഷ്മിയും കുഞ്ഞുവും ശ്രുതിയും ഡാൻസിയും അഫ്ലയും സാനും ഒക്കെ വളരെ ക്ലീൻ ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞ വിഷയത്തോട് അങ്ങേറ്റം നീതി പുലർത്തിയിട്ടുണ്ട്. ഓക്കെ, അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് കൺഗ്രാജുലേഷൻ പറയണം. വെരി ഗുഡ്. യെസ്, അത് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അഫ്ല ഇവിടെ വന്നതിന് ശേഷമാണ് റെഡി ആയത്. ഓക്കെ, ആ പറഞ്ഞ സമയത്തിനുള്ള അഫ്ലക്ക് പിന്നെ കുറച്ച് സമയം കൊടുത്താൽ മതി, എനിക്കറിയാം. ഷി വിൽ ഗെറ്റ് റെഡി. അപ്പൊ അതുകൊണ്ട് ആ കുറച്ച് സമയത്തിനുള്ള അഫ്ല റെഡി. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓ വെരി ഗുഡ്. ശരി. അപ്പൊ ശ്രീലക്ഷ്മിയും ലൈവായിട്ട് പിടിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഞാൻ പറഞ്ഞില്ലേ സാർ, സ്കോട്ട്ലൻഡ് ഇംഗ്ലീഷ് മറുപടി പറയാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അതാണ് വേണ്ടത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അത് നിങ്ങളുടെ ഓക്കെ. യെസ്. ഓക്കെ അഫ്ല, എന്തിന്റെ ട്രെയിനിങ് ആണ് അഫ്ല? ഓക്കെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഞാൻ ഇന്നലെ പോയി ചോദിച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ ട്രെയിനിങ്ങിന് ചേരാണെങ്കിൽ കോഴ്സ് തീർന്ന എക്സാം കഴിയുമ്പോഴത്തേനും ട്രെയിനിങ്ങും കഴിയൂലോ. യെസ്. ഓക്കെ. എവിടെയാണ്? ഇവിടെ അടുത്ത സാർ. ഞാൻ ഇന്നലെ അതിന്റെ അന്വേഷണത്തിന് പോയേക്കുമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ട്രെയിനിങ്ങിന് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ കോഴ്സ് തീർന്ന സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ആരും കാണൂല സാർ, ഞാൻ ലൈവിൽ കയറൂല ഇനി. ഓക്കെ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. യെസ്. അപ്പോ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടിനെ നമ്മൾ കാണാതെ പോകുന്നില്ല. ഓക്കെ. എങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് ധൈര്യമായിട്ട് കയറിക്കോളൂ. ചിലപ്പോ ഇപ്പൊ പല ആളുകളും വേറെ ക്ലാസ്സിലിരിക്കുമ്പോൾ അവർ പറയും, സാർ ഒന്നും മിണ്ടൂല, ഞാൻ കേൾക്കുന്നുണ്ട്, ഓൺ ഡ്യൂട്ടിയാണ്.
ഓക്കെ ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഒന്ന് ഞാൻ മിണ്ടൂല, ഞാൻ ക്ലാസ്സിലുണ്ട്, എന്നോട് ചോദിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഇത് പറയുന്ന പോലെ അപ്പോഴേക്കും അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവസരം വരും. നമ്മൾ അതിനെക്കുറിച്ച് അക്ഷയ ഞാൻ വിശ്വസിക്കുന്നത്, ഇഫ് ദർ ഇസ് എ ലോക്ക് ദർ ഇസ് എ കീ. ഒരു ലോക്ക് ഉണ്ടെങ്കിൽ അതിനൊരു കീ ഉണ്ട്. അത് തുറക്കാൻ പറ്റിയൊരു സാധനം എവിടെയുണ്ട്, അത് എവിടെയാണ് നമ്മൾ കണ്ടെത്തണം, അത് നമ്മൾ തുറക്കണം. ആ കീ നമ്മൾ കണ്ടെത്തുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ സംഗതി ഉണ്ടാവും. യെസ്, ഈ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഒരു രാജാവിനെ. അപ്പൊ അയാള് എവിടെ അയാള് എവിടെ അയാളെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാലും അയാൾ ഭയങ്കര കൈക്കൂലി മേടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് രാജാവ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പണി ഒന്നും ചെയ്യില്ല, നിങ്ങൾ തിരമാല കടപ്പുറത്ത് പോയി നിൽക്കുക, എന്നിട്ട് അവിടെ വരുന്ന തിരമാലകൾ എത്ര ഉണ്ടെന്ന് എണ്ണുക, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എത്ര തിരമാലയുണ്ട് എണ്ണി എന്നുള്ള എണ്ണം എൻ്റെ അടുത്ത് പറയുക. ഇതാണ് നിങ്ങളുടെ ജോലി. അപ്പോ ഒരു കൈക്കൂലി വാങ്ങിക്കാൻ സാധ്യത ഇല്ലാത്തൊരു പണി ഏൽപ്പിക്കുന്നു. ഓക്കെ, പിറ്റേ ദിവസം പുള്ളി അവിടെ വന്ന് നിൽക്കുന്നു, തിരമാലകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തിരമാല വരുമ്പോൾ 1, 2 എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വഞ്ചിക്കാരനെതിരെ പോയി. അയാൾ വഞ്ചിക്കാരനെ വിളിച്ചു, അതെ രാജാവ് പറഞ്ഞതനുസരിച്ച് തിരമാല എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, നീ ഇതിന്റെ ഇടയിലൂടെ അങ്ങോട്ട് പാസ് ചെയ്തപ്പോ എന്റെ എണ്ണം തെറ്റിപ്പോയി, നീ കാരണം എന്റെ എണ്ണം തെറ്റിയെന്ന് ഞാൻ രാജാവിനോട് പറഞ്ഞാൽ നിന്റെ തല വെട്ടിക്കളയും. ഞാൻ രാജാവിനോട് അത് പറയണോ, നീ എനിക്ക് പറ്റുന്നത് തരൂ? അപ്പൊ ആ വഞ്ചിക്കാരൻ പോയി, എന്റെ പേര് പറയണ്ട, എന്താ എന്ന് പറഞ്ഞിട്ട് അയാള് കൈക്കൂലി കൊണ്ട് പോവുകയാണ്. അപ്പൊ കൈക്കൂലി വാങ്ങിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തുള്ളത് ഇട്ടിട്ടും അയാൾ എന്ത് ചെയ്തു? അയാൾ കൈക്കൂലി വാങ്ങിച്ചു. ഇതൊരു സന്ദർഭോചിതമായിട്ട് പറഞ്ഞത്. അതുപോലെ ഈ വാട്ട് എവർ ബി ദ പ്രോബ്ലംസ്, അതിനുള്ള പരിഹാരമുണ്ട്, സൊല്യൂഷൻ ഇല്ല. അപ്പൊ ഈ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ചിലപ്പോ കയറി സംസാരിക്കാൻ പറ്റില്ലായിരിക്കും, ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അപ്പോഴേക്ക് കൺഗ്രാറ്റുലേഷൻ, പോയി വിജയിച്ചു വരിക. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. യെസ്, അപ്പൊ ഇന്നലെ നമ്മള് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നു. ആ ചോദ്യത്തിന്റെ ബാലൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് എന്നായിരുന്നു, രണ്ടാമത്തെ ലെറ്റർ ഇ എന്നായിരുന്നു. SE. ഓക്കെ സാനു, ഇനിയിപ്പോ അതിന്റെ അത് കുറച്ചുള്ളൂ, അതിന്റെ പേര് ഞാൻ പോയിന്റ് രേഖപ്പെടുത്തുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്. ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്, നിങ്ങൾ അതിന്റെ വൺവേഡ് പറയാം. ടു ഗിവ് away something in exchange of money. To give away. Srilashmi, right answer. Srilashmi, Asanu, Naisi, Kira, it's a correct answer. Said, that is what is called said. Correct answer. അടുത്തത് ഓക്കെ. ഇത് ഞാൻ എടുത്തിട്ടില്ല. ആര്? ഓക്കെ. നെക്സ്റ്റ് കേട്ടോ. Individuals who are trained to protect the people, property and information. Individual who are trained to protect the people, property and information. Okay, Sanu, correct answer. Sanu, Tansia, Srilashmi, yes. Anjana, Hira is a correct answer. The answer is security. Afla, correct answer. Very good. Next question. The part of the fruit, FRUIT, that grows into another plant. Okay, ചോദ്യം പൂർത്തീകരിച്ചില്ല, അതിനു മുമ്പേ തന്നെ ഉത്തരം വന്നത് കഴിഞ്ഞു കേട്ടോ. You are very intelligent, you are smart. Correct answer is seed. Okay, Sanu, Anjana, Afla, Hira. Okay. Correct answer ആണ്. ചോദ്യം ഇതായിരുന്നു, the part of the fruit that it grows into another plant. Yes. Next question. The next part of A
Non, K-N-O-W-N, non-story. Next part of a non-story. K-O-W-N, non-story. അല്ല, അതല്ല ശ്രീലക്ഷ്മി, വേറൊരു പേരുണ്ട്. അതിന്റെ വേറൊരു പ്രത്യേക പേരുണ്ട്. അതായത് ഒരു കഥയുടെ അല്ല, ഒരു കഥയുടെ കുറച്ച് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത പാർട്ടില്ലേ, അഫ്ല ഈസ് എ കറക്റ്റ് ആൻസർ. കറക്റ്റ് വേർഡ് അതാണ്. സീക്വൻസസ് നല്ല സീക്വൽ കേട്ടോ. ഓക്കെ ഓക്കെ, അതാണ് കറക്റ്റ്. തുടർക്കഥ നമ്മൾ പറയുന്നത് സീക്വൻസ്. SEQUEL ആണ്. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞു. ഓക്കെ, യെസ്. അടുത്ത നമുക്കൊരു നിയമത്തിലോട്ട് വരാം. ഞാൻ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ അതിന് ഉത്തരം പറയുന്നു. ആ ഉത്തരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റത്തെ രണ്ടക്ഷരം, ആ ഉത്തരത്തിന്റെ ലാസ്റ്റ് വരുന്ന രണ്ടക്ഷരം എ ആൻഡ്, എയും എന്നും ആയിരിക്കണം, ആൻഡ് ആയിരിക്കണം ലാസ്റ്റ്. ഓക്കെ, ഇത് ഈ രണ്ടക്ഷരം. ഓക്കെ സാലു, ഇതായിരിക്കണം ലാസ്റ്റ് വരേണ്ട സംഗതി. ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ ഓക്കെ, ലാസ്റ്റ്, ഫസ്റ്റ് അല്ല ലാസ്റ്റ്. ഓക്കെ, എ ആൻഡ്. അപ്പൊ നമ്മൾ പറയില്ലേ അബാൻഡൻ, TAN എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയുന്ന വേർഡിന്റെ ഈക്വലന്റ് ആയ ഇതേ രീതിയിൽ വരുന്ന സ്പെല്ലിംഗ് വരുന്ന ഒരു വാചകം പറയും. വേർഡ് ഇതാണ്: ടു പ്രൊഹിബിറ്റ്. പ്രൊഹിബിറ്റ്, PROHIBIT, prohibit. Hira, Tansia, seriously. Hira, Tansia, seriously. Correct answer, right? Yes. ലാസ്റ്റ് രണ്ടക്ഷരങ്ങളോട് നിങ്ങളൊക്കെ ചിന്തിച്ച് വരാൻ ടൈം എടുക്കണം. ബാൻ ചെയ്യാൻ, പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, ഇല്ലാതാക്കാന്നല്ലേ. അതിനെ നമ്മൾ ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് വെരി സിമ്പിൾ ആണ്. ദ പാസ്റ്റ് ടെൻസ് ഓഫ് ബിഗിൻ, BEGIN, ബിഗിൻ. പാസ്റ്റ് ടെൻസ് ഓഫ് ബിഗിൻ. അഫ്ല, സാനു, താൻസിയ. Afla, Sanu, Tansia. Is the correct answer? Yes. Nice, Srilakshmi. Nice. Here was Srilakshmi. Yes. Okay. Very good. Begin order process began. BEGIN. One who does not eat meat, MEAT. One who does not eat meat. Okay. Srilakshmi, Sudhiki മുമ്പ് ഒരാൾ കൂടി വന്നല്ല. Srilakshmi, Sudhi, ഹീര അല്ലേ? വെജിറ്റേറിയൻ ആണ്. Sudhi and Hira. Yes, Tansia. Tansia. Yes, okay. Correct answer. Yes. Above, the answer is vegetarian. Okay. അടുത്തത് എ സിനോണിം, പര്യായം എന്ന് പറയാനല്ലേ. ഫോർ നീറ്റ്, NEAT, നീറ്റ്. Hira, Naisi, Sanu. Hira, Naisi and Sanu. Correct answer. Neat എന്നുള്ളതിന്റെ വേറൊരു വേർഡ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ that we can say clean.
Very good, very good. It's a correct answer. Next question. King of a Muslim state. King of a Muslim state. King of Muslim state. Sanu, Srirashmi, Afla. Sanu, Srirashmi, and Afla. Correct answer, right? Yes. Sultan. The answer is Sultan. Very good, very good. Correct answer, Sultan. Yes. அடுத்தது. A doctor for, നിങ്ങൾക്കറിയാം, doctor for children. A doctor for children. Sanu, Srirashmi, Tansia. Sanu, Srirashmi, Tansia. പിന്നെ ആരെങ്കിലും ഉണ്ടല്ലോ? Tansia. Yes. The correct answer ആണ്. The answer is called pediatrician. Very good, very good. It's the correct answer. Okay. The correct answer. Yes. അപ്പോ ഒരു സിമ്പിൾ ആയ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ചോദ്യം ഇതാണ്. One who delivers letter. One who delivers letters. Hira, Naisi, Afla. Hira, Naisi, and Afla. Okay. Yes. ചോദ്യങ്ങൾ ഇനിയില്ല, സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. യെസ്. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനത്തില് ശ്രുതിക്ക് 1 point കിട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഉണ്ട്. ഓക്കെ. 1 point ശ്രീലക്ഷ്മി എഴുതിയിട്ടുണ്ട്. ശ്രുതിക്ക് 1 point കിട്ടിയിട്ടുണ്ട്. നൈസിക്ക് 3 point കിട്ടിയിട്ടുണ്ട്. അഫ്ലയ്ക്കും 3 point കിട്ടിയിട്ടുണ്ട്. സാനുവിന് 4 point കിട്ടിയിട്ടുണ്ട്. താൻസിയക്കും 4 point കിട്ടിയിട്ടുണ്ട്. ഹീരക്ക് 5 point കിട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്കും 5 point ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. യെസ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. ഹൗ ഈസ് യുവർ സൺഡേ? എങ്ങനെയാണ് നിങ്ങളുടെ സൺഡേ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ സൺഡേയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒബ്സർവേഷൻ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. വെരി ഗുഡ്. യെസ്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. സൈനിങ്. ഓക്കെ. Yes.